ജീവിതത്തെ പരാജയത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രത്യേക അവസ്ഥാവിശേഷമാണ് അലസത എന്നുള്ളത്. എത്രയോ നല്ല അവസരങ്ങൾ അലസത മൂലം നഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീടവസരത്തിലാകാം എന്ന് ചിന്തിച്ച് മാറ്റിവെക്കുന്ന നിമിത്തം വലിയ നേട്ടങ്ങളാണ് നഷ്ടമാകുന്നത്. ഏതൊരു കമ്പനിയും ബിസിനസ് സ്ഥാപനങ്ങളും ജോലിക്കാരെ തിരയുന്നത് ഊർജ്ജസ്വലരായ വ്യക്തികളെയാണ്. അലസന്മാർക്ക് അവിടെ സ്ഥാനമില്ല. മടിയന്മാരെക്കുറിച്ച് ബൈബിളിൽ ചില പരാമർശങ്ങൾ നോക്കാം. ചില പരാമർശങ്ങൾ ശ്രദ്ധേയമാണ്. വഴിയിൽ കേസരിയുണ്ട്, തെരുക്കളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു. കതക് ചുഴിക്കുറ്റിയിലെന്ന പോലെ മടിയൻ അവൻ്റെ കിടക്കയിൽ തിരിയുന്നു. മടിയൻ തൻ്റെ കൈ പാത്രത്തിൽ പൂഴ്ത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ അവനെ പ്രയാസം. സദൃശവാക്യങ്ങൾ 26:13 മുതലുള്ള വാക്യങ്ങൾ. മടിയന്മാരോട് ജ്ഞാനിയായ സോളമൻ പിന്നെയും പറയുന്നു, ഉറുമ്പിൻ്റെ അടുക്കൽ ചെന്ന് അതിനെ നോക്കി ബുദ്ധി പഠിക്കുക. മഴക്കാലത്തേക്കുള്ള ആഹാരം വേനൽക്കാലത്ത് അവർ അന്വേഷിച്ച് കണ്ടെത്തി ശേഖരിച്ചു വയ്ക്കുന്നു. കൊയ്ത്തുകാലത്ത് തീൻ ശേഖരിക്കുന്നു, വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു. സദൃശവാക്യങ്ങൾ 6:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മടിയന്മാരോട് പിന്നെയും സോളമൻ പറയുന്നു, മടിയ, നീ എത്ര നേരം കിടന്നിറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറേ കൂടി ഉറക്കം, കുറേ കൂടി നിദ്ര, കുറേ കൂടി കൈകെട്ടി കിടക്കുക. അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെപ്പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും. സദൃശവാക്യങ്ങൾ 6:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ സ്ഥിരോത്സാഹം ആവശ്യമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അതൊരിക്കലും നമുക്ക് പിന്നീട് നേടിയെടുക്കുവാനായിട്ട് കഴിയുകയില്ല. നിങ്ങൾ അലസന്മാരായിരിക്കാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും എന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നു. നാളത്തെ ദിവസത്തേക്ക് ഒരു കാര്യവും മാറ്റിവെക്കാതെ ചെയ്യാനുള്ള നല്ല പ്രവൃത്തികളെ ഇന്ന് തന്നെ ചെയ്യുക. ദൈവമുമ്പാകെ ഇന്ന് തന്നെ ആ നിലയിൽ ഒരു തീരുമാനമെടുക്കുക. വിജയം സുനിശ്ചിതമാണ്. ഗോഡ് ബ്ലസ് യു.